സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന പ്രസക്തമായ ഒരു വിഷയമാണ് ഇന്ന് ചിന്തോസ്കി അവതരിപ്പിക്കുന്നത്. സ്വിഗ്ഗി, സൊമാറ്റോ, പൊട്ടാഫോ തുടങ്ങിയ ഓൺലൈൻ ഡെലിവറി ആപ്പുകളുടെ കാലമാണിത്. നമ്മുടെ ചോയ്സിലുള്ള ആഹാരം മിനിറ്റുകൾക്കകം നമ്മുടെ തീന്മേശയിൽ എത്തിച്ചേരുന്നു. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു 3-4 ദിവസമെങ്കിലും അടുക്കളയ്ക്ക് അവധി കൊടുക്കാൻ ആഗ്രഹിക്കാത്തവരാരാണ്? കൂടാതെ ഇതുവഴി നിരവധി പേർക്ക് ജോലി ലഭിക്കുന്നു, സ്ഥാപനങ്ങളുടെ കച്ചവടം വർദ്ധിക്കുന്നു, ഗവൺമെന്റിന്റെ നികുതി, ഇതൊക്കെയാണെങ്കിലും ഇത് നമ്മളുടെ ആരോഗ്യത്തിന്മേൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? നഗരപരിധിയിൽ 10 മിനിറ്റിലും ഉൾപട്ടണങ്ങളിലേക്ക് അരമണിക്കൂറിലുമൊക്കെയാണ് ഈ ശൃംഖല ഭക്ഷണം ഡെലിവറി ചെയ്യുന്നത്. 10 മിനിറ്റിൽ ഭക്ഷണം ഡെലിവറി ചെയ്യണമെങ്കിൽ ഇത് പാചകം ചെയ്യാൻ എത്ര സമയം എടുക്കും? 3-4 മിനിറ്റ് അല്ലേ? ഇത് സാധ്യമാക്കണമെങ്കിൽ ഭക്ഷണം അൾട്രാ പ്രോസസ്ഡും റെഡി ടു ഈറ്റും ആയിരിക്കണം. ഡെലിവറി ചെയ്യുന്ന സാഹചര്യങ്ങളിൽ മാത്രമല്ല, ഇത്തരം ഭക്ഷണം കഴിക്കാൻ നമ്മൾ തീന്മേശയിൽ പോയിരിക്കുമ്പോഴും വളരെ പെട്ടെന്നാണ് ഇത് തയ്യാറാക്കുന്നത് അല്ലേ? പൊതുവെ ഇത്തരം ഭക്ഷ്യവസ്തുക്കളെല്ലാം പ്രീ കുക്ക് ചെയ്ത് ഫ്രോസൺ കണ്ടീഷനിൽ സൂക്ഷിക്കുകയാണ് പതിവ്. പിന്നീട് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ വീണ്ടും റീകുക്ക് ചെയ്ത് നമുക്ക് ഡെലിവർ ചെയ്യുന്നു. പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത് ക്യാൻസർ, ഹൃദ്രോഗം, അമിതവണ്ണം, പ്രമേഹം എന്നിവയ്ക്ക് കാരണമാകുന്നു എന്നാണ്. ഇത്തരത്തിൽ വീണ്ടും റീഹീറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന എണ്ണയും മറ്റും ഇതിനാക്കം കൂട്ടുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ഇതേ ഭക്ഷണം വീട്ടിൽ തന്നെ ഒന്ന് കുക്ക് ചെയ്ത് നോക്കൂ, എത്ര സമയം എടുക്കുമെന്ന് അറിയാമല്ലോ. കൺവീനിയൻസ് എന്നത് വലിയൊരു കാര്യമാണ്. പക്ഷെ അതിന് നമ്മുടെ ആരോഗ്യത്തിന്റെ വില നൽകേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ്. പുതുവർഷം ഇങ്ങ് എത്തിയുള്ളൂ അല്ലേ? നമ്മൾ എന്താണ് കഴിക്കുന്നതെന്ന് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ്. പോഷകപ്രദവും ധാതുക്കളും വിറ്റാമിനുകളും ഒക്കെ കൃത്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നതെന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കട്ടെ. ഇന്ന് നിരവധി ആപ്പുകൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ട്രാക്ക് ചെയ്യുന്നതിനായി ലഭ്യമാണ്. ഇതുപയോഗിച്ച് നമ്മൾ എത്ര ഫാറ്റ്, ഷുഗർ, കാർബോഹൈഡ്രേറ്റ്, കലോറി ഇൻടേക്ക് ചെയ്യുന്നുവെന്ന് കൃത്യമായി അറിയാൻ സാധിക്കും. ഒരൊറ്റയടിക്ക് ഇതൊന്നും നിർത്തണമെന്നല്ല, പടിപടിയായി ചിട്ടയായ പ്ലാനിങ്ങിലൂടെ ഇത്തരം അൾട്രാ പ്രോസസ്ഡ് ഫുഡ് ഐറ്റംസിനെ നമ്മുടെ ഡയറ്റിൽ നിന്ന് കുറച്ച് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനായി ശ്രദ്ധിക്കണം. ഒരു വാൽകഷ്ണമായി മറ്റൊരു ചർച്ചാ വിഷയം കൂടി ഇവിടെ ചേർക്കട്ടെ. നമ്മുടെ കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ ഒക്കെ ആയിരിക്കുമല്ലോ ഇത്തരത്തിൽ അമിത വേഗത്തിൽ ഫുഡ് ഡെലിവറി ചെയ്യാനുള്ള ശ്രമത്തിൽ പൊലിയുന്ന ജീവനുകളും നടക്കുന്ന അപകടങ്ങളും കൂടി നമ്മൾ പരിഗണിക്കേണ്ടതല്ലേ എന്ന ചിന്ത കൂടി ബാക്കിയാവുന്നു. അപ്പൊ ശരി, മറ്റൊരു വീഡിയോയിൽ കാണാം.